1400 വർഷം സ്വഹാബത്തിനോട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല, നിങ്ങളുടെ മേൽ ഭയക്കുന്നത് സമ്പത്ത് കൂടലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മുൻഗാമികളാകുന്ന ആളുകൾക്ക് സമുദായത്തിന് സമ്പത്ത് കൂടിയതുപോലെ നിങ്ങൾക്ക് സമ്പത്ത് കൂടുന്നതാണ് ഞാൻ ഏറ്റവും നിങ്ങളുടെ മേൽ ഭയക്കുന്നതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സമ്പത്ത് കൂടുമ്പോൾ നിങ്ങൾ ആ സമ്പത്ത് ഉള്ളത് കൊണ്ട് ജീവിതം ഹാപ്പിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, വീണ്ടും നിങ്ങൾ സമ്പത്ത് കൂടാ മത്സരിക്കുകയാണ്. ഈ മുൻഗാമികളായ ആളുകൾ ഇതേ രീതി അവലംബിച്ചതിന്റെ കാരണത്താൽ ഉള്ളത് കൊണ്ട് സംതൃപ്തി അടയാതെ വീണ്ടും വീണ്ടും തനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ സമ്പത്ത് ഇരട്ടിപ്പിക്കാനുള്ള പ്രവണതയുമായി നിലകൊണ്ടതിന്റെ കാരണത്താൽ ഫതനാഫസുഹാ കമാ തനാഫസുഹാ ഫതുഹ്ലികകും കമാ അഹ്ലകതും. അവർ നശിച്ചതുപോലെ നിങ്ങളും നശിച്ചു പോകുമേ. അവർ മണ്ണോട് അലിഞ്ഞു പോയി, അവരുടെ സമ്പത്ത് അവർക്ക് പ്രയോജനം ചെയ്തില്ല. അവർ ദുന്യാവിന് പിറകെ നെട്ടോട്ടം ഓടിയതിൻ്റെ പേരിൽ അവർക്ക് ആഖിറം നഷ്ടമാണ്. അവർ ഈ ദുന്യാവിൽ നിന്ന് വിട പറഞ്ഞു പോയി, നിസാരരായി നിന്യരായി നശിച്ചു പോയി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് സമ്പത്തിൻ്റെ പിറകെ ഓടരുതേ, ദുന്യാവ് വാരിപ്പുണരാൻ പരിശ്രമിക്കരുതേ, അതിൻ്റെ പിറകിൽ കൂടരുതേ. പരിശുദ്ധ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ അധ്യാപനമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മറ്റൊരു ഹദീസ്, യൂഷിക്കുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅൽ അകിലതു ഇലാ ഖസാതിഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുമുള്ള ആളുകൾ മുസ്ലിം സമുദായത്തെ ആക്രമിക്കുവാനും അവരെ ഒറ്റപ്പെടുത്തുവാനും അവരെ അരികുവൽക്കരിക്കുവാനും അവരുടെ സമ്പത്ത് കണ്ടെടുക്കുവാനും പരിശ്രമിക്കും കേട്ടോ. അങ്ങനെ ഒരു കാലഘട്ടം കാണാതെ ലാ തഖൂമു സാഅ, ലോകം അവസാനിക്കില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് മദീനയിലെ രാജകുമാരൻ പറഞ്ഞത് ഇന്ന് ഈ സമുദായം നേർക്ക് നേരെ കാണുകയല്ലേ. മുസ്ലിമീങ്ങളുടെ പള്ളികളാകുന്ന പള്ളികൾ മുഴുവനും തകർക്കപ്പെട്ടില്ലേ. യു പിയിൽ എത്രയോ പള്ളികളാണ് ബുൾഡോസർ വെച്ചുകൊണ്ട് തകർക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളികൾ മുഴുവനും ഞങ്ങൾക്ക് വേണമെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പലരും കടന്നു വരികയല്ലോ. മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ട വർഷങ്ങളായി അതിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതാകുന്ന പള്ളികൾ അത് ഞങ്ങളുടെ പള്ളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദവും ഈ രാജ്യത്തിന്റെ മതമൈത്രിയും പരിപൂർണമായി തകർത്തെറിയുന്ന ഇത്തരത്തിലുള്ള വാദഗതികളുമായി കടന്നു വരുമ്പോൾ അതിനെ സുപ്രീം കോടതി പരിപൂർണമായി ചീഫ് ജസ്റ്റിസ് തടയിട്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വിധി വന്നിരിക്കുകയാണ്. എല്ലാ സർവകളും നിർത്തിവെക്കണം. മുസ്ലിമീങ്ങളുടെ പള്ളികൾ മാത്രമല്ല, ഒരു ആരാധനാലയങ്ങളും തകർക്കപ്പെട്ടു പോകരുത്. ഒന്നിനും ഒരു സർവ്വ കൊണ്ടുവരരുത്. 991 നിയമങ്ങൾ പ്രകാരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാകുന്ന സമയങ്ങളിൽ ആർക്കൊക്കെ ഏതൊക്കെതാകുന്ന ആരാധനയങ്ങളുണ്ടോ അത് അതേപോലെ തന്നെ കാത്ത് സംരക്ഷിക്കണമെന്ന് ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പോലും യു പിയിലെ എത്രയോ മുസ്ലിം പള്ളികളാണ് ബാങ്ക് മുഴങ്ങിയിരുന്നതാകുന്ന പള്ളികൾ ഇശാ നമസ്കാരം കഴിഞ്ഞ ആളുകൾ വീട്ടിലേക്ക് പോകുമ്പോൾ സുബഹിക്ക് മുമ്പായിട്ട് ബുൾഡോസർ കൊണ്ടുവന്ന് കേന്ദ്ര ഗവൺമെന്റിൻ്റെതാകുന്ന ഭരണപരിഷ്കാരങ്ങൾ എന്ന പേരെ പരിപൂർണമായി തച്ചുടച്ച് കളഞ്ഞില്ലേ. ബുൾഡോസർ കൊണ്ടുവന്ന് പരിപൂർണമായി നിരപ്പാക്കിയില്ലയോ. അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷം മുമ്പ് സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, യൂഷിക്കുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅൽ അകിലതു ഇലാ ഖസാതിഹാ. മനോഹരമാകുന്ന ഭക്ഷണത്തളികയിൽ വിശന്ന് വലഞ്ഞ ആളുകൾ കൈനീട്ടി ആ ഭക്ഷണത്തിലേക്ക് കൈനീട്ടി യാചിക്കുന്നത് പോലെ, അതിലുള്ള ഭക്ഷണം എടുത്ത് വാരി വരിച്ച് തിന്നുന്നത് പോലെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ ആളുകൾ ഒരുമിക്കുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വർഷം 1 കഴിഞ്ഞില്ലേ മുസ്ലിമേ? 2023 ഒക്ടോബർ 7 തുടങ്ങിയതല്ലേ ഫലസ്തീന മക്കൾക്കെതിരെയുള്ള ആക്രമം. ഇന്നും നിലക്കാത്ത പ്രവാഹ
ഭാഗമായി പാവപ്പെട്ടതാകുന്ന ഫലസ്തീൻ മക്കളെ തകർക്കുകയല്ലയോ? ഇസ്രായേലിന്റെ നരനായാട്ട് പച്ച പടയാളികൾ വന്നുകൊണ്ട് പരിപൂർണമായി പരസ്യമായിട്ട് വെടിക്കൊപ്പ് നടത്തുകയല്ലേ? മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കുകയല്ലേ? ആരാണടാ എതിർക്കുന്നത്? UN ഐക്യരാഷ്ട്ര സഭ എതിർക്കുന്നുണ്ടോ? ലോക പോലീസ് എന്ന അമേരിക്കയുണ്ടോ? ലോകരാജ്യങ്ങളെല്ലാം ഒത്താശ വെക്കുകയല്ലേ? എല്ലാവരും മുസ്ലിമിന് എതിരിൽ യുദ്ധത്തിന് താല്പര്യം കൊടുക്കുകയാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിലില്ലാത്ത വിധത്തിൽ പരിപൂർണമായി തകർക്കപ്പെടുകയാണ്. ഗസയുടെ തെരുവോരങ്ങളിൽ കഴിയുന്ന പാവപ്പെട്ട പിഞ്ചോമന മക്കള് വാവിട്ടുകൊണ്ട് നിലവിളിക്കുകയാണ്. സഹായിക്കാൻ ഒരാളുമില്ല. നൂറുകണക്കിന് പള്ളികളാണ് തകർക്കപ്പെട്ടത്. നമസ്കരിക്കാൻ പള്ളികളില്ലാതെ തകർക്കപ്പെട്ടതാകുന്ന പള്ളി മിനാരങ്ങളുടെ കല്ലുകൾ കയ്യിലെടുത്ത് ബാങ്ക് മുടക്കിക്കൊണ്ട് കരയുന്ന പാവപ്പെട്ടതാകുന്ന ഫലസ്തീൻ മക്കളുടെ ചിത്രങ്ങൾ സമൂഹമേ, മുസ്ലിമേ കാണുന്നില്ലേ? എന്നിട്ടും ഈ ദുനിയാവിൽ കേരളത്തിന്റെ മണ്ണിൽ കറുകപ്പുത്തൂരിലുള്ള പ്രിയപ്പെട്ട വിശ്വാസിക്ക് നമസ്കാരമില്ല. ഒരു സമൂഹം ഒരേ സമയത്ത് തന്നെ മറ്റൊരു രാജ്യത്ത് പള്ളി തകർക്കപ്പെട്ട് നിസ്കരിക്കാൻ സ്ഥലമില്ലാതെ കരയുമ്പോ, ഒന്നുകൊടുക്കാൻ വെള്ളമില്ലാതെ കരയുമ്പോ, 3 നേരത്തെ ഭക്ഷണം പോയിട്ട് 1 നേരത്തെ ഭക്ഷണം പോലും എപ്പോഴെങ്കിലും ഹെലികോപ്റ്ററിൽ ആരെങ്കിലും കൊണ്ടുവന്നെറിഞ്ഞു കൊടുക്കുന്ന അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്ന ആ ഒരു തളിക, ഒരു ചെറിയൊരു ബണ്ണിന്റെ കഷ്ടം കിട്ടാന് കഷ്ടപ്പെടുന്ന പാവപ്പെട്ടതാകുന്ന ഫലസ്തീന മക്കളുടെ ചിത്രങ്ങൾ ഓരോരോ കണ്ണിൽ മായാതെ ചിത്രങ്ങൾ നിലകൊള്ളുമ്പോ, അതേ സമയത്ത് തന്നെ കേരളത്തിലേതാകുന്ന ഒരു ഭാഗത്ത് പള്ളിക്കകത്തേക്ക് കയറാതെ പുറത്ത് നിന്നുകൊണ്ട് സംഘടന പറഞ്ഞുകൊണ്ട് വഴക്കടിക്കുന്നവരില്ലേ? സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുന്നവരില്ലേ? സീരര് ദർശിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലേ? പള്ളികൾ അടയ്ക്കാൻ വെമ്പൽ കൊള്ളുന്നവരില്ലേ? നിസ്കാരത്തോട് താല്പര്യമില്ലാത്ത സമുദായമായി ഈ സമുദായത്തിന്റെ മക്കൾ മാറിയില്ലേ? റീൽസ് കളിച്ചുകൊണ്ട് പള്ളിയുടെ മുറ്റങ്ങളിൽ നിലകൊള്ളുകയല്ലേ? അള്ളാഹുവിന്റെ ദീനിനെ പറയിപ്പിക്കുന്നവരായി മാറിയില്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകൈക ഗുരു 1400 വർഷം മുമ്പ് പറയുകയാണ്, ലോകത്തുള്ളതാകുന്ന മുഴുവൻ ആളുകളും ഈ സമുദായത്തെ കാർന്ന് തിന്നാ കടന്നു വരുമേ. സഹാബ ശ്രദ്ധിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബത്ത് ഇത് കേൾക്കുമ്പോൾ ആശ്ചര്യത്തോടുകൂടി ചോദിച്ചു, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, ഞങ്ങളന്ന് എണ്ണത്തിൽ കുറവാണോ ഹബീബേ? ഞങ്ങളന്ന് എണ്ണത്തിൽ കുറവാണോ? എന്താ ഞങ്ങൾക്കെതിരിൽ ഇങ്ങനെ ആളുകൾ തിരിയുന്നത്? മുസ്ലിമിനെ ഒറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ 5ഓളം വലിയ പള്ളികൾ, മധുരയിലേതാകുന്ന ഷാഹി മസ്ജിദ്, സംഭാല ഷാഹി മസ്ജിദ്, അവിടെയാണ് വെടിയുയർത്തിട്ട് 5 പേര് മരണപ്പെട്ടു പോയത്. അതുപോലെ തന്നെ അജ്മീർ ദർഗ, മഹാനായ ഖ്വാജ മുഈനുദ്ദീൻ ദിസ്സീൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അന്ത്യവിശ്രമം ചെയ്യുന്ന അജ്മീർ ദർഗ ഞങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്ക്. ഈ രാജ്യം വളരെ മതസൗഹാർദ്ദത്തിന് കേളുകെട്ട നാടാണ്. നമ്മുടെ നാടും അങ്ങനെ തന്നെയാണ്. വളരെ ഐക്യത്തിലും സന്തോഷത്തിലും പോവാണ്. അള്ളാഹു ഐക്യം നിലനിർത്തുമാറാവട്ടെ. എത്ര സന്തോഷത്തിലാണ് നമ്മൾ പോകുന്നത്. അയൽവാസി ജോസഫിനോടും നാരായണനോടും മുഹമ്മദാകുന്ന മുസ്ലിമാകുന്ന സഹോദരനുള്ള ഇഷ്ടവും പെരുമാറ്റവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങൽ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി. ഇന്ന് വരെ വെറുപ്പില്ല, വിദ്വേഷമില്ല, വൈര്യമില്ല. സ്നേഹമാണ്, സ്നേഹ സമസ്രണമാകുന്ന പെരുമാറ്റമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ഒക്കെ ഉണ്ട്. പെരുന്നാൾ വരുമ്പോൾ അല്പം പത്തിരിയും കറിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും. അവർ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഉള്ളതാകുന്ന പായസമൊക്കെ ഇങ്ങോട്ടും കൊണ്ടുത്തരും. വളരെ സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുകയാണ്. ഇന്ന് വരെ ഒരു വെറുപ്പുമില്ല, വിദ്വേഷമില്ല. പക്ഷെ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ ചില ആളുകൾ പാകുകയാണ്. ഈ ഇന്ത്യ രാജ്യത്തെ തകർക്കാൻ പോവുകയാണ്. ഈ രാജ്യത്തിൻ്റെതാകുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മഹത്തമാകുന്ന സ്വത്വത്തെ നശിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളായി ചിലർ പരിശ്രമിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളൊക്കെ ശരിക്കും ദുആ ചെയ്യണം സഹോദരങ്ങളെ. കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്യേണ്ട സമയവും സന്ദർഭവുമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിൽ അക്രമം ഉണ്ടാകുമെന്ന് 1400 വർഷം മുമ്പ് നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, അന്ന് നമ്മൾ എണ്ണത്തിൽ കുറവാണോ? നബി തങ്ങൾ പറഞ്ഞു, ലാ
ബൽ അന്തും കസീറുൻ, നിങ്ങൾ എണ്ണത്തിൽ വലുത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയായിട്ട് മാറി മാറി നിന്ന് സംഘടന പറഞ്ഞ് ഇസം പറഞ്ഞ് വദുവിൻ്റെ ഷർത്തും ഫർദും ഒക്കെ പറഞ്ഞ് അതിൻ്റെ മസല പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അടിയും പിടിയും ഉണ്ടാക്കിയിട്ട് 4 ഘട്ടമായിട്ട് സ്പ്ലിറ്റായിട്ട് നിൽക്കും. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, മലവെള്ള പാച്ചിലിൽ ഒഴിച്ചു വരുന്നതാകുന്ന ചണ്ടികളെപ്പോലെ തീർത്തും വേസ്റ്റുകളാണ് നിങ്ങളെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നമ്മളെ നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞതാണ്. വലയൻസിഅന്നല്ലാഹു ഫീ സുദൂരി അദുവിക്കുമുൽ മഹാബത മിൻകും, നിങ്ങളോടുള്ളതാകുന്ന ഒരു താല്പര്യവും നിങ്ങൾ കാണുമ്പോഴുള്ളതാകുന്ന ഒരു ഭയപ്പാടും അവിശ്വാസികൾക്കുണ്ടായിരുന്നു. അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു എടുത്തു കളയും ആ കാലഘട്ടത്തിൽ. എന്നിട്ടോ വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബിക്കുമുൽ വഹൻ, നിങ്ങളുടെ ഹൃദയത്തിൽ വഹൻ എന്ന് പറയുന്ന രോഗത്തെ അള്ളാഹു പ്രതിഷ്ഠിക്കുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ ഹൃദയത്തിൽ വഹന് കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്വഹാബത്ത് ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു, വമൽ വഹ്നു യാ റസൂലല്ലാഹ്, എന്താണ് ഈ വഹ്ന് നബിയെ? ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവിശ്വാസികളായ ആളുകൾ പണ്ട് സാലിഹീങ്ങളാകുന്ന നല്ല നിസ്കാരവും തഖ്വയുള്ള നിസ്കാര തഴമ്പുള്ള വാപ്പ ഇങ്ങനെ വെളിയിലേക്ക് വരുമ്പോൾ അമുസ്ലിമീങ്ങൾ ഇങ്ങനെ കൈകൂപ്പി നിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. വളരെ വബീതയോടുകൂടി ആചാരെ കാണുമ്പോൾ എഴുന്നേൽക്കും, ഉടുത്തിരുന്ന തുണി താഴ്ത്തിയിടും, ആദരവും ബഹുമാനവും. ഇന്ന് ആചാരെ കാണുമ്പോഴോ ഉടുത്തിരുന്നെടുത്ത് തലയിലോട്ട് കെട്ടിയേക്കും, എല്ലാം കണ്ടോട്ടെ ആചാരോടുള്ള ബഹുമാനം എല്ലാം പോയി. കൈയൊക്കെ തെറുത്ത് നിൽക്കുക ആചാരന് അടിക്കാൻ നിൽക്കുന്ന പോലെ. കാരണം എന്താ? ആ ഉള്ളിലുള്ളതാകുന്ന ബഹുമാനവും ആദരവും ആ ഒരു താല്പര്യവും ഒക്കെ മഹാബത്ത് ഇതൊക്കെ അള്ളാഹു എടുത്തു കളഞ്ഞു. ഹദീസാണിത്. ഹദീസ് 1400 വർഷം മുമ്പ് നബി പറഞ്ഞത് ഇന്ന് ഈ സമുദായത്തിനെ നോക്കിയിട്ടാണ് പറഞ്ഞത്. നമുക്കതാണത് പുലരുക. എന്നിട്ട് ഈ സമുദായത്തിന്റെ ഹൃദയത്തിൽ വഹിനെ അള്ളാഹു നിക്ഷേപിച്ചു. എന്താണ് വഹിൻ? അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധം. ഒമൽ വഹനു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എന്താണ് വഹൻ എന്ന് പറഞ്ഞാൽ നബിയേ പറയുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്, പ്രേമമാണ്, അനുരാഗമാ, മരണത്തോടുള്ള വെറുപ്പാണെന്നും നബിയുനാ റസൂലുള്ളാഹി. 2 കാര്യങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ തുടികൊള്ളുന്നത് കൊണ്ടാണ് അവരെ രക്ഷപ്പെടാത്തത് സ്വഹാബ. ഒന്ന് ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്, മരിക്കാൻ പേടിയാണ്, മരിക്കാൻ വെറുപ്പാണ് വിശ്വാസികൾക്ക്. അതുകൊണ്ടാണ് എല്ലാ അവിശ്വാസികളും മുസ്ലിമിനെതിരെ തിരിയുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ദുനിയാവിനോടുള്ള മഹബത്ത് കുറയ്ക്കണം, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എങ്കിലേ നമുക്ക് സുരക്ഷിതത്വം കിട്ടാവുള്ളൂ. നമുക്ക് ദുനിയാവ് മതി, ഇവിടെ എങ്ങനെയെങ്കിലും കാലാകാലം വസിക്കണം, അതിനെന്തിനും നമ്മൾ തയ്യാറാണ്. കാരണം എന്താ? ദുനിയാവിനോട് വല്ലാത്ത ആർത്തി വന്നു. മരിക്കാൻ പേടിയാണ്. മറ്റേത് മരിക്കാൻ പേടിയില്ല, നെഞ്ചൂക്കോടുകൂടി നിൽക്കും. അതുകൊണ്ടാണ് 313 വരുന്ന അങ്കുലി പരിമിതമാകുന്ന സ്വഹാബത്ത് 1000 വരുന്നതാകുന്ന അവിശ്വാസികൾക്കെതിരിൽ വിജയം വരിച്ചത്. മരിക്കാൻ തയ്യാറാണ്, എന്തിനും റെഡിയാണ്. അള്ളാഹു നമ്മുടെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. അപ്പൊ ദുനിയാവിനോടുള്ള മഹബത്ത്, അതിനോടുള്ള താല്പര്യം, അത് നിങ്ങളെ നാശത്തിലേക്ക് എത്തിക്കും. അതാണ് ഈ ഹദീസിന്റെ മൊത്തത്തിലുള്ള വിവക്ഷ, അതാണ് അർത്ഥം, അതാണ്. ശരിക്കും മനസ്സിലായിക്കോ. നമുക്കിന്ന് ദുനിയാവിനോട് താല്പര്യം വന്നില്ലേ? അതല്ലേ പുറകെ കൂടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിൻ്റെ പുറകെ ഓടുകയാണ്, ദുനിയാവ് വാരിപ്പുണരാൻ ഓടുകയാണ്. കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഡെയിലി ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാണ്. രാവിലെ തന്നെ തുടങ്ങും സ്ത്രീകൾ. ഭർത്താവ് വന്ന് വരാന്തിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുന്നു, 500 രൂപ ബില്ല്, പെണ്ണുമ്പിള്ള ബുക്ക് ചെയ്താന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, അത് കൊടുത്ത് അതങ്ങോട്ട് കഴിയുമ്പോഴത്തെ അടുത്തവൻ വന്ന് ആമസോണിൽ നിന്ന്, യാ അല്ലാ, അടുത്ത ബില്ല് വരികയാണ്, രൂപ 786 ബിസ്മിയുടെ എണ്ണത്തിൽ. അതെന്താ സംഭവം? അത് മുഖത്തിടുന്ന ഒരു ക്രീമാന്ന്. ഭർത്താവ് പല്ല് വെച്ചിട്ട് തന്നെ 3 ദിവസമായി, ഹലാക്ക്. അതിനേക്കാളും പേസ്റ്റ് തീർന്നിട്ട് തന്നെ മൂപ്പരത് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ കൊണ്ട് മുഖത്തിടുന്ന ക്രീമുമായിട്ട് വന്നിരിക്കുക. അപ്പോൾ പാവപ്പെട്ടവൻ അതും കൊടുത്ത്. ഉടനെ ദേ വരുന്നു, സ്വിഗ്ഗിന്ന് വരുന്നു, കുഴിമന്തി ഓർഡർ ചെയ്തയാന്ന്. അടുത്തത് ഇയാൾ ഓർത്ത് ഇനി ഒരു കുഴി ഒഴിച്ചിട്ട് താഴോട്ട് പോയേക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ജീവിച്ചിട്ട് കാര്യമില്ല. നേരം വെളുത്ത് രാവിലെ തന്നെ രൂപ 2500 രൂപ പൊട്ടി. വീട്ടിൽ ഇരുന്നാലും പ്രശ്നം,
മറ്റേത് ലീവ് എടുത്ത് വീട്ടിലിരുന്ന സമാധാനമായിരുന്നു. ഇപ്പം ലീവ് എടുത്ത് വീട്ടിലിരുന്നാലെന്താണ് സമാധാനക്കേടാ. ബില്ല് പെടലി വഴി വേറെ വരികയാണ് ഓൺലൈനായിട്ട്. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. പെണ്ണുങ്ങൾ ഇത് തന്നെ പരിപാടി. രാവിലെ തുടങ്ങും, എല്ലാം കയറി ലൈക്ക് ചെയ്ത് കൊടുക്കാണ്ട് ഭർത്താവിൻ്റെ തടലിലോട്ട്. എടാ ആവശ്യത്തിന് നോക്ക്, ദൂർത്തല്ലേ ഇതൊക്കെ. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതെല്ലാം വാങ്ങിച്ച് എത്ര രൂപയുടെ സാധനമാണ് ഈ വാങ്ങുന്നത്? ഇതിനൊക്കെ വല്ല കണക്കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുന്നുണ്ടോ? നിന്റെ വരവിനനുസരിച്ച് ചെലവഴിക്ക്, ഭർത്താവിന്റെ വരവിനനുസരിച്ച് ചെലവഴിക്ക്. ധൂർത്തും ദുർവ്യയവും പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. ധൂർത്തും ദുർവ്യയവും നിങ്ങൾ ചെയ്യരുത്. ഇത്തരത്തിൽ ധൂർത്തടിക്കുന്നവർ, ആവശ്യമില്ലാത്ത സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ സമുദായം അങ്ങനെ ആയില്ലേ? സമ്പത്തിനൊന്നും ഒരു വിഷയമല്ല. ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ വാങ്ങിക്കൂട്ടാൻ. കടയിലേക്ക് മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി, ഒരു ഡ്രസ്സ് എടുത്താൽ പോരെ, ഒന്നല്ല 3 എടുത്തോണ്ടേ വരുള്ളൂ. അതുകൊണ്ട് ഭർത്താവും അകത്തോട്ട് പോവില്ല, കടയുടെ വാതിൽക്ക് നിൽക്കുക. കാരണം അവനറിയാം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാക്ക എങ്ങനെയുണ്ട് കാക്ക, ഇത് കാക്കാക്കറിയാം അല്ലാഹ് ഹലാക്കാവെന്ന് മനസ്സിലാക്കി മൂപ്പരകത്തോട്ട് പോവില്ല പേടിച്ചിട്ട്. കാരണം 1 എടുക്കുന്നതിന് പകരം 2 എടുക്കും, 2 എടുക്കുന്നതിന് പകരം 3 എടുക്കും. അങ്ങനത്തെ സൈസിനെയാണ് അള്ളാഹ് കാത്ത് കിട്ടിയിരിക്കുന്നത്. അവസാനം ബില്ല് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ തന്നെ 2-3 എടുത്തിട്ടുണ്ടാവും. കാരണം അവർക്ക് വീട്ടിൽ ഇടാനില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് 2 കൂടി എടുത്ത്. ആയിക്കോട്ടെ. അവസാനം ബില്ല് 6000 രൂപ തികച്ച്, ഒരു 10000 രൂപ തികച്ചിട്ടുണ്ട്. ആകെ 15000 രൂപ ശമ്പളം ഉള്ളത് തീർന്നു. ഈ പാവപ്പെട്ടവൻ ഇതുമായിട്ട് പിന്നെ വന്ന് ഈ സാധനങ്ങൾ മുഴുവനും കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതും അവിടെ ഇങ്ങനെ പറയുന്ന ദിവസങ്ങളും പറയുന്ന പരിപാടിക്കും അല്ല ഇടുന്നത്, അല്ലാത്ത വേറെ പരിപാടികൾക്കൊക്കെ ഇതിട്ടുകൊണ്ട് തീർക്കുകയാണ്. എന്നിട്ട് പറയാം ഇനിയിപ്പം കല്യാണത്തിന് അന്ന് ഇടാനില്ല, തലേന്ന് ഇട്ടുപോയി, ഇനിയിപ്പോൾ കല്യാണത്തിന് അന്ന് വേറെ എടുക്കണം. അല്ലാഹ്. അപ്പോൾ 2 എടുത്തതോ അത് കഴിഞ്ഞ ദിവസം ട്യൂഷന് പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയപ്പോൾ അതിൻ്റെ വള്ളി കീറിപ്പോയെന്ന് അലാക്കായി. അതായത് ട്യൂഷൻ ഇട്ടുകൊണ്ട് പോയി. അതായത് മൂപ്പരെങ്ങനെ ഇടങ്ങേറാക്കുക, മാനസികമായിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുത്തുക. വരവിനനുസരിച്ച് ചെലവഴിക്കേണ്ടേ സഹോദരിമാരെ? എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരിലേക്കല്ല നോക്കേണ്ടത്, വലിയ പണക്കാരിലേക്കും പണച്ചാക്കുകളിലേക്കും അല്ല നോക്കേണ്ടത്. ഹദീസുണ്ട്, നബി തങ്ങൾ പറഞ്ഞതല്ലേ. എന്തുകൊണ്ടാണ് ദാമ്പത്യ ജീവിതമൊന്നും റാഹത്തില്ലാതെ പോകുന്നത്? ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ഒരു ശൈലിയിലേക്ക് ഉമ്മത്തെ എത്തിപ്പെടണം. അൽ ഖനാ, അറബിയിൽ അതാണ് പറയുക, ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ഒരു ജീവിതം വരണം. അതില്ല. ഇന്ന് ധൂർത്താണ്, ദുർവ്യയമാണ്, എല്ലാത്തിനും ഓവറാണ്. ഒരു കല്യാണം നടത്തിയാൽ പോലും എല്ലാ സാധനവും വേണം. കോഫി, ചായ, ഇടിയപ്പം, മൊറോട്ടി, പത്തിരി, അപ്പം, ദോശ, പുട്ട്, ഇറച്ചി, മൊട്രോസ്, കിഴങ്ങേറ്, കേക്ക്, മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, സുഖിയൻ, വോളി, എല്ലാ ഐറ്റം വേണം. കുഴിമന്തി, കിഴി, പൊറോട്ട എല്ലാം ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോലെ എന്നാ പറയും. അവസാനം കഴിക്കാൻ വരാം. ഇതെല്ലാം കൊണ്ട് വെക്കുക. ഇതെന്താ? അത് കഴിഞ്ഞ ആഴ്ച ഏതോ ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ കണ്ടതാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീൽസിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാ. അണ്ണാ അത് കെട്ടിയവന് അയച്ചു കൊടുക്കുക, കണ്ടില്ലേ ഇങ്ങനെ വേണം കല്യാണം നടത്താൻ. അവൻ്റെ ശമ്പളം എത്രയാണ്? ഇല്ല, നടത്തുന്ന വ്യക്തിയുടെ ശമ്പളം എത്രയാണ്? എന്തിനാണ് ഈ ലോൺ എടുത്തു അല്ലാതെയൊക്കെ, അല്ലെങ്കിൽ പലിശയ്ക്ക് ബ്ലേഡിന് പൈസയൊക്കെ എടുത്തിട്ട് ഈ ആവശ്യമില്ലാത്ത ദൂർത്ത് കാണിക്കുന്ന? ആരെയാണ് ഈ കാണിക്കുന്നത്? ഈ നാട്ടുകാരൊക്കെ ഇത് കാണിച്ചിട്ട് എന്തിന് സഹോദരങ്ങളെ? അതാണ് ഈ ചോദിക്കുന്നത്. നാട്ടുകാരുടെ മുന്നേ വലിയ ക്രെഡിറ്റ് പറയാനാണോ? അത് കഴിച്ചിട്ട് സൂപ്പറാന്ന് പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് പറയും ഇവന് ലോട്ടറി അടിച്ചാന്ന് തോന്നുന്നുണ്ട്, എന്തൊക്കെ ഇവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് വരെ ഒരു മനുഷ്യന്, ഒരു നായ്ക്ക് പോലും വെള്ളം കൊടുക്കാത്ത ഹൈവാനാണ് ഇന്നിപ്പോൾ ഇത്രയും പൈസ കളഞ്ഞിരിക്കുന്നത് എന്ന് അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് കുറ്റവും പറയും. ഈ കൗമിനെയാണ് നീ സംതൃപ്തിപ്പെടുത്താൻ ഈ കണ്ട ഭക്ഷണത്തിൻ്റെ മെനു മുഴുവൻ കൊണ്ട് ഇറക്കിയത്. നിന്നെ കാണുമ്പോൾ കൈപിടിച്ചോ, അല്ല സൂപ്പർ ഫുഡ് കേട്ടോ, റാഹത്തായിരുന്നു, അല്ല റാഹത്തായിരുന്നു. അപ്പുറത്തോട്ട് മാറിയിട്ട് നിന്നെ കുറ്റവും പറയും. ഇവന്മാരെ സംതൃപ്തിപ്പെടുത്താനാണ് നീ ഈ പൈസ മുഴുവൻ പലിശക്കെടുത്തത്. ഇതല്ലേ സമൂഹത്തിൽ നടക്കുന്നത്? അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഒരു സംഭവം, ഒരു പൊറോട്ടായി ഇറച്ചിക്കറി ആയിക്കോട്ടെ, ഒരു സംഭവം ഉള്ളൂ, അല്ലെങ്കിൽ ഒരു നെയ്ച്ചോറ്, അതിനോടൊപ്പം ഒരു കറി, അല്ലെങ്കിൽ ഒരു ബിരിയാണി വെച്ചു, അതിനല്പം വെള്ളവും വെച്ചു, മാഷാ അല്ലാ മതി. എന്തിനാണ് ഈ ഓവർ? ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും വേണമെന്ന് വാശി പിടിക്കുന്നതിനാ? പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ഈ വിനീതന്റെ ഉമ്മയുടെ ഉപ്പയും കൂടിയാണ്. അള്ളാഹുവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാ. മവാഹിബുൽ ജലീലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ.
സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും കടക്കാം, നോക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. എത്ര അർത്ഥവത്തായ വരികളാണ്. തഴവ ഉസ്താദ് മരണപ്പെട്ടിട്ട് 10-25 വർഷം കഴിഞ്ഞു. ആലോചിക്കണം. അതിനും 20 കൊല്ലം മുമ്പ് എഴുതി പൂർത്തീകരിച്ച മവാഹിഉൽ ജരിയ ഏകദേശം 46 കൊല്ലം മുമ്പ് എഴുതി തീർത്തതാകുന്ന പദ്യശകലങ്ങളിൽ അദ്ദേഹം ഇന്നത്തെ സമുദായത്തിലേക്ക് നോക്കിയിട്ടൊരു കറാമത്തൊന്നോണം എഴുതി വെച്ച പദ്യമാണ്. കറക്റ്റ് അല്ലേ? എന്താ നമുക്ക് സദ്യ മതി, എന്നാൽ അങ്ങോട്ട് പോയി ആ സൈഡ് കേട്ടോ. സദ്യ മട്ടനാണോ? മട്ടനാണെങ്കിൽ ഇങ്ങോട്ട്, കുട്ടനാണെങ്കിൽ അങ്ങോട്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. കൈ കഴുകുക ആകാശത്തോട്ട് പോയിക്കോ, സോപ്പിടാൻ താഴോട്ട് പോയിക്കോ, എങ്ങോട്ട് പോയാലും എല്ലാ പരിപാടിയും റെഡിയാണ്. ഇതൊക്കെ ആരുണ്ടാക്കി ഈ പരിപാടി? ചില ആളുകൾ മട്ടൻ വേണ്ടവരുണ്ട്, ഓടിക്കേറിയതാണ് ഒരു വാതിലൂടെ, അവസാനം ചെന്നിരുന്നത് സദ്യക്കകത്ത. അപ്പോൾ നീ സദ്യ കഴിക്കുവാണ്, പെട്ട് വന്നിരിക്കുക. ഇനിയിപ്പോൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോയാൽ അപ്പുറത്ത് സീറ്റ് കിട്ടത്തില്ല എന്നറിയാം. ഉള്ളതായിക്കോട്ടെ എന്ന്. ഇല്ല, ഞാനിപ്പം വെജിറ്റബിളാണ്, ഇത് ഷുഗറൊക്കെ ഉണ്ട്. എവിടെ ഷുഗർ? മട്ടൻ കിട്ടി അത് അടിക്കാമെന്ന് കരുതി കയറിയതാണ്, വാതിൽ മാറിപ്പോയി, നേരെ സദ്യയുടെ വാതിലെല്ലാം കൊണ്ടാണ് പോയത്. അങ്ങനെ പെട്ട് കഴിച്ച കൗമും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഏതും ആയിക്കോട്ടെ, ഇതെല്ലാം ദൂർത്തും ദുർവ്യവും. എത്ര സമ്പത്താണ് ഇതിനു വേണ്ടി കളയുന്നത്, എത്രയാണ് അടിച്ചു പൊളിക്കുന്നത്, എത്ര ആളുകളാണ് ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നത്. ഒരു കല്യാണം വന്ന ഡ്രസ് കോഡുകളാണ്. ഒരു ദിവസം പച്ച, അടുത്ത ദിവസം മഞ്ഞ, അടുത്ത ദിവസം നീല, ഓരോ ദിവസം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. പച്ചക്കല്യാണം, മഞ്ഞക്കല്യാണം, ചുവപ്പ് കല്യാണം, മുട്ടായി കൊടുക്കൽ, എത്ര പരിപാടികൾ. വയറ് കാണൽ, വയറ് പുതുക്കൽ, അങ്ങനെ വീട് കാണൽ, വീടിൻ്റെ പാലുകാച്ചി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടികളും, നല്ല വാതിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടിയും പെണ്ണുങ്ങൾ തുടങ്ങി വെച്ച പരിപാടികളാണ്. ഇതെല്ലാം പരിപാടിയുണ്ട്. ഇതിനെങ്ങനെ വലിയ അണിഞ്ഞൊരുങ്ങി ഇതിനൊക്കെ പോകുന്നതിന് ഡ്രസ്സ് വേണം. അതാ രസം. ഇന്നിട്ട് നാളെ പറ്റൂലല്ലോ. ഇന്ന് മഞ്ഞയാണ്, ഇന്ന് എല്ലാവരും മഞ്ഞ ദിവസമാണ്, മഞ്ഞളും തേച്ച് നടക്കുകയാണ്. നാളെ കറുപ്പ്, 70 കഴിഞ്ഞ വല്യപ്പോ വരെ കറുപ്പ് ഇട്ടുകൊണ്ട് ബർമൂട ഇട്ടുകൊണ്ട് യോയ്യോ ഫ്രണ്ട് വീടിൻ്റെ വാതിൽക്ക് വന്ന് നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ റെഡിയായിട്ട്. നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വല്യപ്പയാണ് ദീൻ പറയേണ്ടതും വീട്ടിൽ മറ്റുള്ളവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കേണ്ട മാതൃകയായ മനുഷ്യൻ. പള്ളിക്കകത്ത് വന്നിട്ട് പള്ളിയിലെ ഒരു മാറാല നീക്കാത്തതിൻ്റെ വിഷയത്തിൽ ആയത്തു ഹദീസു ഓതി ബഹളം വെച്ച് കമ്മിറ്റി ഇറക്കി വിട്ട ആചാര ഇപ്പം ആ പള്ളി നിക്കർ വിട്ടുകൊണ്ട് അവിടെ പോയി തൊട്ട് യോയോ കളിക്കുകയാണ് കല്യാണത്തിൻ്റെ വീഡിയോ പിടിക്കാൻ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മുടെ ഈ സമുദായത്തിൻ്റെ അവസ്ഥ എവിടെയാ സഹോദരങ്ങളെ? എന്താ ഈ സമുദായം കാണിച്ചു കൂട്ടുന്നത്? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. തഴവ ഉസ്താദിന്റെ വരികൾ എത്ര ശരിയാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സമ്പത്ത് കയ്യിലേക്ക് വരുമ്പോൾ അള്ളാഹുവിനെ മറക്കുന്നവരായി മാറുകയാണ്. സമ്പത്ത് കയ്യിലേക്ക് വരുമ്പോൾ പടച്ച റബ്ബിനെ മറക്കുകയാണ്. മക്കളുടേതാകുന്ന കല്യാണം കടന്നു വരുമ്പോൾ തൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും എടുത്തു കാണിക്കാനുള്ള മാർഗമായി ഈ ദുനിയാവിൽ ജനങ്ങൾ മാറിയില്ലേ? അള്ളാഹുവേ നീ പൊറുക്കണേ നാഥാ. അറിവില്ലാത്ത ജനതയല്ല, വിവരമുള്ള ആളുകൾ പോലും അത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് വഴുതി മാറുന്നില്ലേ? ആഖിറം നഷ്ടമല്ലേ, നഷ്ടമല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ഉള്ളത് കൊണ്ട് സംതൃപ്തിയുടെ എന്ന ജീവിതം നയിക്കണേ. വസ്ഹദ് വദാഫഖുദുൻ ഇലാഖത ഖൽബിക ബിൽമാലി ലാ ഫഖുദുൻ ലഹു തഖു അഖലാ വസുഹുദു അഹ്സനു മൻസിബിൻ ബഅദ
التقى وبه ينال مقام أرباب العلا. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സമ്പാദ്യം ഉള്ളതുകൊണ്ട് സംതൃപ്തിയടയുന്ന ഒരു തരത്തിലേക്ക് ഈ സമുദായം എത്തിപ്പെടണേ. ആ നിലയിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ പരിപൂർണമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കഴിയലാണ്. തഖ്വ കഴിഞ്ഞാൽ ഏറ്റവും മഹനീയമായ ജീവിത രീതി എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ജീവിതമാർഗം നീ നസീബാക്കണേ അല്ലാ, നീ നസീബാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ കൃത്യമായി ജുമാകളെ ജമാഅത്തുകളെ ശ്രദ്ധിക്കാൻ എത്ര മുസ്ലിമീങ്ങളാണ് തയ്യാറാകുന്നത്? കടയിലേക്ക് പോകുകയല്ലയോ, കട തുറന്നു വെക്കാൻ വേണ്ടി ഓടുകയല്ലയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഴങ്ങുന്ന ബാങ്കുകളെ നിസാരവൽക്കരിക്കുന്ന ജനങ്ങളായി മാറിയില്ലയോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരങ്ങളിൽ വസിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരാ, പള്ളിയിലല്ലാതെ നിനക്ക് നിസ്കാരമില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടാണ് പെങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരാ നിനക്ക് അല്ലാഹു ഖൈറായ ജോലി നൽകാത്തത്? അല്ലാഹു നിനക്ക് നൽകുന്നതിൽ സംതൃപ്തി അടഞ്ഞ ജീവിതം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഖറത്തൽ ഹയാത്തി ദുനിയാ ലിനഫ്തിനഹു ഫീ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെച്ച് നീട്ടി തരുന്ന ദുന്യാവിൻ്റെതാകുന്ന ആർഭാടങ്ങൾ, അമ്പരചുംബികളായ മണിമേടകൾ, അയൽവാസികളെ കണ്ടുകൊണ്ട്, നാട്ടുകാരുടെ കണ്ടുകൊണ്ട്, നാട്ടുകാർക്ക് കൂട്ടുകാർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ദുന്യവിയായ സൗഭാഗ്യങ്ങൾ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ച് അല്ലാഹുവേ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ, മറ്റുള്ളവർക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ടിട്ട് അതിൽ കണ്ണ് മഞ്ഞളിച്ചുകൊണ്ട് അതുപോലെ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മത്സരിക്കുന്നവരെ, ദുനിയാവ് കിട്ടാൻ പരിശ്രമിക്കുന്നവരെ അല്ലാഹു വിലക്കുകയാണ്. വലാ തമുദ്ദന്ന, നിന്റെ കണ്ണ് നീ നീട്ടരുത്, ഇലാ മാ മത്തഅനാ ബിഹി, ഈ ദുനിയാവിലുള്ളതാകുന്ന ആർഭാടങ്ങളിലേക്ക്, ആസ്വാദനങ്ങളിലേക്ക് മനുഷ്യ നിന്റെ കണ്ണ് നീ കൊണ്ടുപോകരുതെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തിനാണ് പടച്ച റബ്ബ് മറ്റുള്ളവർക്ക് വലിയ അനുഗ്രഹങ്ങൾ കൊടുത്തിരിക്കുന്നത്? അമ്പരചുംബികളായ മണിമേടകൾ വെച്ചുകൊണ്ട് കറുകപ്പുത്തൂരിൽ ആളുകൾ വസിക്കുന്നുണ്ടാകും. നാട്ടിലെ ടൗൺഷിപ്പിൽ വലിയ കടമുറികൾ എടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരെ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ കണ്ണ് മഞ്ഞളിക്കാൻ പാടില്ല. എന്തിനാണ് അല്ലാഹുർക്ക് വീട് കൊടുത്തതെന്നറിയുമോ? എന്തിനാണ് കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള കാറും വലിയ സൗകര്യങ്ങളും അല്ലാഹു കൊടുത്തതെന്നറിയുമോ? ലിനഫ്തിനഹും ഫീ, അവരെ പരീക്ഷിക്കാനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അവർക്കത് പരീക്ഷണമാണ്. ഇത് ദുനിയാവാണ്, ഇഹലോക ജീവിതമാണ്. ഇവിടെ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് സംതൃപ്തി അടയാൻ പ്രിയപ്പെട്ട പെങ്ങളെ നീ പഠിക്കൽ അനിവാര്യമാണ്. ഭർത്താവ് അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ളതാകുന്ന സന്തോഷമാണ്. ആ ഭർത്താവിനെ പ്രയാസപ്പെടുത്തല്ല. അദ്ദേഹത്തിലുള്ളതാകുന്ന സമ്പാദ്യത്തിൽ ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ടുള്ള ജീവിതം നിനക്കുണ്ടാവണേ. അതല്ല അദ്ദേഹത്തെ നിർബന്ധിച്ച് ഹറാമായ തരത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഹറാമായ സമ്പാദ്യവുമായി വീട്ടിലേക്ക് വരാ പെങ്ങളെ നീ നിർബന്ധിക്കല്ല. അത് നിനക്കും നിന്റെ കുടുംബത്തിനും നാശമാണ്. മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി
ബിഹി. നീ ഭർത്താവിനെ നിർബന്ധിച്ച് അയാൾ പോയി ഹറാമായ ജോലി ചെയ്ത് പലിശയിലൂടെ പണം കിട്ടി, അല്ലെങ്കിൽ ലോട്ടറി എടുത്ത് അതിലൂടെ കിട്ടിയ ധനവുമായിട്ട് അരി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തിളപ്പിച്ച് ചോറാക്കി മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ പെങ്ങളെ തിരിച്ചറിയണേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാനബത മിനൽ ഹറാം, ഹറാമിലൂടെ ഊട്ടപ്പെട്ടതായ ശരീരമുണ്ടോ ഫന്നാറു ഔലാ ബിഹി, നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടത് ആ ശരീരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ, നാളെ നരകത്തിന്റെ വിറകുള്ളികളായിട്ട് മാറ്റപ്പെടുന്നത് ഈ ദുനിയാവിൽ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവന്റെ ശരീരമാണ്. ഈ ദുനിയാവിൽ ഹറാം ഭുജിച്ചുകൊണ്ട് നടന്നതാകുന്ന മക്കളാണ്, വാപ്പ കൊണ്ടുവന്ന് കൊടുത്തതാകുന്ന സമ്പാദ്യമാ. പാവപ്പെട്ട പിഞ്ചോമന മക്കൾ അറിയുന്നില്ല, വാപ്പ ചെയ്ത ജോലി ഹറാമാണെന്ന് തിരിച്ചറിയുന്നില്ല. വാപ്പ എടുത്ത ലോട്ടറി ഇസ്ലാമിക വിരുദ്ധമാണെന്ന് മക്കൾ അറിയുന്നില്ല. അതിലൂടെ കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് കഴിച്ചു പോകുന്ന ഭാര്യ, കഴിച്ചു പോകുന്ന മാതാപിതാക്കൾ, കഴിച്ചു പോകുന്ന മക്കൾ നരകത്തിന്റെ വിറകുള്ളികളാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട മുസ്ലിമേ, ഇന്ന് പലിശയുമായി ബന്ധപ്പെടാതെ ജീവിക്കുന്നത് ആരാണ്? ഏത് സത്യവിശ്വാസിയാണ്? ആരാണ് അതിനെ ശ്രദ്ധിക്കുന്നത്? റസൂലുള്ള പറയുകയാണ്, ആകിലു റിബാ വമൂകിലുഹു വകാതിബഹു വശാഹിദുഹു കുല്ലുഹും ഫിന്നാർ. പലിശയ്ക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നവരെ, അത് എഴുതാൻ വേണ്ടി പറയുന്നവരെ, അത് എഴുതാൻ വേണ്ടി നിലകൊള്ളുന്നവരെ, അത് എഴുതിക്കുന്നവരെ, അത് വാങ്ങുന്നവരെ, അത് കൊടുക്കുന്നവരെ, നിങ്ങളെല്ലാവരും സമന്മാരാണ്. പലിശയുടെ വിഷയത്തിൽ സമന്മാരാണ്. കുല്ലുഹും സവാഉൻ, എല്ലാവരും ആ വിഷയത്തിൽ തുല്യരാണ്. എല്ലാവരും നരകത്തിലാണ്, നരകത്തിന്റെ വിറകൊള്ളികളാ. പറഞ്ഞത് കുമ്മനമല്ല, ഹബീബ് മുഹമ്മദ് മുസ്തഫ. 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പഠിപ്പിച്ച അധ്യാപനമാണ്. ഇന്ന് ഈ സമുദായം ഹറാം ഭുജിക്കാരെ ഏറ്റവും ബന്ധപ്പെട്ട നിലയിൽ നിലകൊള്ളുകയല്ലേ. സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും കൊന്നുകളയാൻ മടിക്കാത്തതാകുന്ന കൊട്ടേശ സംഘത്തിലേക്ക് പോയിട്ടുള്ളത് 25 വയസ്സുള്ള മക്കളാ, 20 വയസ്സുള്ള പൊന്നുമോനാ, 14, 16, 13, 12 വയസ്സുള്ളതാകുന്ന പെൺകുട്ടികൾ പോലും കൂടെ പഠിക്കുന്ന കൂട്ടുകാരി എനിക്ക് വിവാഹം ചെയ്താൽ മതിയെന്ന് പരസ്യമായി പറയുന്ന ഒരു യുഗത്തിലേക്ക്, ലെസ്ബിയന്റെ കാലഘട്ടത്തിലേക്ക് ഈ സമുദായം എത്തിയില്ലേ. കരഞ്ഞുകൊണ്ട് ഒരു മാസം ഒരു ഉമ്മ വിളിച്ചിട്ട് പറയുകയാണ്, ഉസ്താദേ, എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മകള് വിളിച്ച് പറയുകയാണ്, എൻ്റെ മകള് വീട്ടിൽ വന്നുകൊണ്ട് അലമുറയിടുകയാ. 18 വയസ്സുള്ള പൊന്നുമോളാണ്, അവളെ വളർത്തിയത് ഉമ്മയാണ്, അവളെ താരാട്ട് പാടിയത് ഉമ്മയാണ്, അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുലപ്പാല് കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, നെഞ്ചുരുകിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നുമോൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉമ്മ, എനിക്ക് നിർബന്ധമായും എൻ്റെ കൂടെ പഠിക്കുന്ന ഇന്നാലിന്ന പെണ്ണിനെ കെട്ടിച്ചു തരണേ. എനിക്ക് വിവാഹം ചെയ്തത് ആണിനെയല്ല, എനിക്ക് വിവാഹം ചെയ്യേണ്ടത് എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയാണെന്ന് ഒരു പെണ്ണ് വന്നുകൊണ്ട് ഉമ്മയുടെ മുഖത്ത് തന്നെ തുറിച്ചു നോക്കി പറയണമെങ്കിൽ, ആ ഉമ്മ അത്രയേറെ സങ്കടപ്പെട്ട് വിനീതനെ വിളിച്ചു പറയണമെങ്കിൽ എത്രത്തോളം വലിയ പ്രയാസമാണ്. ഈ സമുദായത്തിൻ്റെ മക്കൾ പലരും അത്തരത്തിലെത്തിപ്പെട്ടില്ലേ. സമ്പത്ത് കുമിഞ്ഞുകൂടി, വാപ്പ ഗൾഫിലിരുന്നു കൊണ്ട് അയച്ചു കൊടുക്കുന്ന സമ്പത്ത്, ലാപ്ടോപ്പ് വാങ്ങി, മൊബൈൽ വാങ്ങി, നല്ല രീതിയിൽ നെറ്റ് കണക്ഷൻ ഉണ്ടാക്കി, പഠിക്കാൻ വേണ്ടി കൊടുത്ത സാധന സാമഗ്രികൾ മുഴുവനും ദീനല്ലാത്തതിലേക്ക് ചെലവഴിച്ചു. പരിശുദ്ധ ദീനിൽ നിന്ന് ഒളിച്ചോടുന്ന മക്കളായി മാറി. അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരുമായി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങുന്ന എത്രയെത്ര പെൺകുട്ടികളുണ്ട്. രാവിലെ പഠിക്കാൻ വേണ്ടി തലയിൽ തട്ടമിട്ടുകൊണ്ട് ഉമ്മയെ ചുംബനം കൊടുത്ത് വാപ്പയുടെ കൈക്ക് പിടിച്ച് മുത്തം കൊടുത്തിറങ്ങുന്ന പൊന്നുമോള്, വാപ്പയറിയാതെ ഉമ്മയറിയാതെ അവരെ കവളിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഫീസ് എന്ന് പറഞ്ഞ് പൈസ വാങ്ങി അത് കന്റെ കാമുകന്റെ കയ്യിൽ കൊടുത്ത് ഒന്നിച്ചിരുന്നു കൊണ്ട് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലൂടെ കറങ്ങി നടന്ന് വാപ്പ നടത്തുന്ന ജ്യൂസ് കൗണ്ടറിൽ തന്നെ ചെന്ന് കടയിൽ ചെന്ന് ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് ജ്യൂസ് കുടിച്ച് വാപ്പയുടെ മുന്നിലൂടെ നടന്ന് നീങ്ങി അവസാന തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ട് കൂട്ടുകാരൻ്റെ കാമുകന്റെ മടിയിൽ കിടന്ന് തലവെച്ചുറങ്ങി. ഓരോ
ബസ് സ്റ്റോപ്പുകൾ ഇരിക്കുന്ന പെൺകുട്ടികളെ കണ്ടില്ലേ? സ്കൂള് വിട്ടുവരുമ്പോ നെഞ്ചു പൊടിയുകയാണ്. എത്രയെത്ര ആഭാസകരമാണ് ഈ സമുദായത്തിന്റെ മക്കൾ കാണിക്കുന്നത്. പ്രതികരിക്കാൻ ആളില്ല. റസൂലുള്ള പറഞ്ഞത് ശരിയല്ലയോ? അവസാന കാലഘട്ടം എത്തും സ്വഹാബ ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. പട്ടാപ്പകൽ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് സ്ത്രീകൾ വ്യഭിചരിക്കുമത്രേ, പുരുഷന്മാർ വ്യഭിചരിക്കുമത്രേ. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് അന്യ പെണ്ണുമായി ചാറ്റിങ് നടത്തുന്ന ചെറുപ്പക്കാരില്ലേ? ഭർത്താവിനെ മറന്ന് മറ്റുള്ളവരുമായി ശരീരം പങ്കിടാൻ തയ്യാറാകുന്ന മുസ്ലിം അംഗമാരില്ലേ? റസൂലുള്ള പറയുകയാണ്, ഇത് പരസ്യമായി പട്ടാപ്പകലിൽ നടക്കുന്നത് കാണാതെ ലാ തഖൂമുസ്സാഅ, ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അന്ന് ജനങ്ങൾ അവരെ കണ്ടുകൊണ്ട് പ്രതികരിക്കില്ല. ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ആളുകളായി മൊബൈൽ ഉണ്ടെങ്കിൽ രഹസ്യമായി അതിൻ്റെതാകുന്ന ക്യാമറ ഓൺ ചെയ്തു വെച്ച് ഒരു വീഡിയോ ക്ലിപ്പിനുള്ള വകുപ്പുണ്ടാക്കി ബാത്റൂമിനുള്ളിൽ അടച്ചിട്ട ബാത്റൂമിനുള്ളിൽ അവൻ്റെ ഭോഗം തീർക്കാൻ വേണ്ടി മാത്രമായി പോകുന്ന ആളുകളായി സമുദായത്തിൻ്റെ മക്കൾ അവശേഷിക്കുമേ, അവശേഷിക്കുമേ. ആ രീതിയിലേക്ക് ഇന്നത്തെ സമൂഹം എത്തിപ്പെട്ടില്ലയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശങ്കപ്പെട്ടതാകുന്ന അവസ്ഥാവിശേഷം ഈ സമുദായത്തിൻ്റെ മക്കൾ കടന്നു വന്നില്ലയോ? നിസ്കാരമില്ല, നോമ്പിന് ശ്രദ്ധയില്ല, നിസ്കാര ചിട്ട വെച്ചുകൊണ്ട് കടന്നു വരുന്നവരുണ്ടോ? കള്ളു കുടിക്കുന്ന മക്കളായി മാറിയില്ലേ? ഇന്ത്യ രാജ്യത്ത് ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സന്തതികളായി മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാര് മാറിയില്ലേ? 8ാം ക്ലാസ്സിലും 10ലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും ലഹരി ഉപയോഗിക്കുന്ന മക്കളായി മാറിയില്ലേ? ഇന്ത്യയിൽ പരിപൂർണമായി ബാൻ ചെയ്തിട്ടുള്ള, നിരോധിച്ചിട്ടുള്ള ഈ സിഗരറ്റുകൾ, ഇലക്ട്രിക് സിഗരറ്റുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ്. ആർക്കാണ് ഇവരിത് കൊടുത്തത്? ആരാണ് ഇവരുടെ കൈവശം ഇത് നൽകിയത്? ലഹരി ഉൽപ്പന്നങ്ങൾ ദേശം നമ്മുടെ മക്കൾ ഉപയോഗിക്കുകയാണ്. MDMAയും LSDയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇന്ന് കൂടി വരുകയാണ്. മലപ്പുറം ജില്ലയിലേതാകുന്ന കോട്ടക്കൽ ഒരു സ്കൂളിൽ ബാക്കിലിരിക്കുന്ന ബെഞ്ചിലിരുന്നു കൊണ്ട് പെൺകുട്ടികളിരുന്ന് ഉറക്കം നോങ്ങുന്നത് കണ്ടപ്പോ ക്ലാസ് ടീച്ചറെ ക്ലാസ് സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് അവരുടേതാകുന്ന ശരീരം മുഴുവനും ഒന്ന് പരിശോധിച്ചു. എന്താണ് ഈ കുട്ടികൾക്ക് സംഭവിച്ചത്? അത്ഭുതം കൂറിപ്പോവുകയാണ്. കാലിലിട്ടിരിക്കുന്ന ഷോക്സ് ഒന്ന് അഴിച്ചു മാറ്റിയപ്പോ കാലിന് അടിഭാഗം ബ്ലേഡ് കൊണ്ട് വരിഞ്ഞ് മുറുക്കിയിട്ട് അതിലൂടെ രക്തത്തിന്റെ ധമനികൾ പുറത്തേക്ക് വരുകയാണ്. അതിലേക്ക് പുകയില ചേർത്ത് വെച്ചിട്ട് മക്കൾ അതിലൂടെ ആനന്ദിക്കുകയാണ്. കാലിനടിയിൽ ബ്ലേഡ് കൊണ്ട് വരിഞ്ഞ് മുറുക്കി 9ൽ പഠിക്കുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികൾ, സ്ത്രീകളാണ്, വിദ്യാർത്ഥിനികളാണ്, പഠിക്കുന്നതാകുന്ന മുസ്ലിം വനിതകളാണ്. എന്താണ് ഇവർ പഠിക്കുന്നത്? ആർക്കറിയാം? ആരാണ് ഇവർക്ക് ഇതിന് പൈസ കൊടുക്കുന്നത്? കാലിൻ്റെ അടിയിൽ ബ്ലേഡ് കൊണ്ട് വരിഞ്ഞ് മുറുക്കിയിട്ട് അതിലൂടെ വരുന്ന രക്തധമനികളിലേക്ക് പുകയില ഉൽപ്പന്നങ്ങൾ ചേർത്ത് വെച്ച് ഷോക്സ് പരിപൂർണമായി കാലിലിട്ട് ഷൂമിട്ടുകൊണ്ട് ക്ലാസ്സിലിരിക്കുകയാണ്. അത് കാലിലൂടെ കടന്നു വരുന്ന രക്തധമനിയിലൂടെ ഉണ്ടാകുന്ന ആനന്ദം അതവരുടെ സിരകളിൽ പടരുകയാണ്. മുട്ടിലൂടെ, തുടയിലൂടെ, കഴുത്തിലൂടെ, തലച്ചോറിനുള്ളിലേക്ക് എന്തെന്നില്ലാത്ത ലഹരിയുടെ ഉന്മാദത്തിൽ എത്തിക്കുകയാണ്. എന്താണ് മക്കളെ പഠിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്? ആൺകുട്ടികളും ഈ വിഷയത്തിൽ മോശക്കാരല്ല. എത്രയോ മക്കളാണ് വിളിച്ചു പറയുന്നത്, എനിക്ക് ഇന്നലെ കണ്ട കൂട്ടുകാരനെ മതി. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഗേയുടെ യുഗം കൂടിയിട്ടാണ്. എനിക്കെൻ്റെ കൂട്ടുകാരനെ മതി, എനിക്ക് മറ്റൊരു പെണ്ണുമായിട്ട് ചങ്ങാത്തമില്ല. കൂട്ടുകാരനെ ഭോഗിക്കാൻ കിട്ടിയാൽ മതി, അവനുമായി ചങ്ങാത്തമാണ്, അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ്, ഇനി അവനെ എനിക്ക് വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി പറയുന്നതാകുന്ന ആൺകുട്ടികളുള്ള കാലഘട്ടം. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ, നീ പരിപൂർണമായ കാവലിലാക്കണേ അല്ലാ. 1400 വർഷം മുമ്പ് റസൂലുള്ള ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെട്ട അതിശയിച്ചതായ ഒരു കാലഘട്ടം. ഇതിൻ്റെ എല്ലാ കാരണം, മൂല്യവത്തായ കാരണം സമ്പത്ത് അധികരിച്ചതാണെന്ന് ഹബീബുനാ റസൂൽ
റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ സമുദായത്തിനും നാശമുണ്ട് സാബ. ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ സമുദായത്തിനും നാശമുണ്ട് സാബ. വഫിത്നതു ഉമ്മത്തി അൽമാൽ, എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്താണ്, സമ്പത്ത് അധികരിക്കലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാശ് അധികരിച്ചപ്പോഴാണ് അള്ളാഹയെ മറക്കുന്നത്, പള്ളി കയറുന്നില്ല. മറ്റേത് 5 വക്കത്ത് പള്ളിയിലുണ്ടായിരുന്നു. കാശ് കൂടിയപ്പോൾ നിസ്കാരമില്ല, കാശ് കൂടിയപ്പോൾ ഇബാദത്തില്ല, എല്ലാത്തിൽ നിന്നും പുറകോട്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.